അപ്പോൾ ഗംഭീര വരിക വേരുണങ്ങും ഒരു തായ്മരം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് ദാസേട്ടൻ മനസ്സിൽ കണ്ടിട്ട് ഒരു കുഞ്ഞിയ പടമായിട്ടും നമ്മുടെ മനസ്സിൽ ഇത് ദാസേട്ടൻ പാടുമെന്നൊരു ദീർഘവീക്ഷണമുണ്ട്. അപ്പം പുള്ളി അത് പുള്ളിയുടെ രീതിയിൽ ഞാൻ വേണമെങ്കിൽ ഇതാക്കി തരാം. എനിക്ക് വേരുണങ്ങുമൊരു തായ്മരം, വലിയ ബേസ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബേസ് ഉണ്ടാക്കി പാടുന്നത്. വേനൽ മാറി തിരയുന്നുവോ തരരീ തരര തരരാ തരാരിരേ വീണുനോ യാത്രകൾ എന്ന് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. അത് ആരുമില്ലെന്നു മിണ്ടുവാൻ ചേർത്തു പുൽകിടുവാൻ, എനിക്ക് അത്രയും ബേസ് പോയില്ല. അപ്പൊ ഈ സ്ഥലം അത് കഴിഞ്ഞിട്ട് മെഴുകുനീർത്തുള്ളിപ്പോൽ എന്ന് പാടി എത്തുമ്പോഴേക്കും ഞാൻ കരഞ്ഞു. ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പുള്ളി കാണാതിരിക്കാൻ വേണ്ടി ഷർട്ടൊക്കെ പിടിച്ച് കണ്ണിന്നും മൂക്കുന്നൊക്കെ വെള്ളം വരിക, അത് തുടയ്ക്കുന്നു, ഞാൻ ഇരിക്കുന്നു. കാരണം ഞാൻ ആ സമയം കൊണ്ട് ആലോചിക്കുന്നത് ഈ ലോകത്തിലെ ഒരു 5 പാട്ടുകാരുണ്ടെങ്കിൽ അതിലൊരാളായിട്ടുള്ള മനുഷ്യൻ എവിടെയോ കൊടുക്കുന്ന ചാലിശ്ശേരിക്കാരനായി എൻ്റെ പാട്ട് പാടുന്നു. അതും എങ്ങനെയൊക്കെയാണ് പാടിയിടുന്നത്. ഇപ്പം ഞാൻ പാടുന്നതിൻ്റെ ഒരു 100 ഇരട്ടി ഭംഗിയിലാണ് അദ്ദേഹം പാടുന്നത്. അങ്ങനെ ഞാൻ ഈ മുഖമൊക്കെ തുടച്ച് ഞാൻ നോക്കുമ്പോൾ റെക്കോർഡിംഗ് ബൂത്തിൽ ദാസേട്ടനില്ല. ആ മനുഷ്യൻ വലിയ അനടിച്ചേട്ടൻ്റെ സ്റ്റുഡിയോ, വലിയ സ്റ്റുഡിയോ, അത്രയും ദൂരം നടന്ന് വന്ന് ഈ മനുഷ്യൻ എൻ്റെ വലത്തെ തോളിന്മേൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നിഖിലേ മോനെ, ഒരു നല്ല കലാകാരനെ കരയാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കയറിയിട്ടൊരു പല്ലവി പാടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് 24 പടം ആൽബങ്ങളും പരസ്യങ്ങളൊക്കെ ആയിട്ട് 10,200 പാട്ടുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഒരു കോരിത്തെരിപ്പും ആ ഒരു അന്നുണ്ടായ കുറേ നാടകീയ സംഭവങ്ങളുണ്ട്. അത് അന്ന് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയാണ് ശമ്പളം. ആ 1 ലക്ഷം രൂപയിൽ നിന്ന് ഒരു കെട്ടെടുത്തിട്ട്, ഒരു 10,000 രൂപയുടെ കെട്ടെടുത്തിട്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, മോനെ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്, അടുത്ത ഓണത്തിന് ഇറങ്ങുന്ന തരംഗിണിയുടെ ഓണപ്പാട്ട് മോൻ വേണം കമ്പോസ് ചെയ്യാൻ, അതിൻ്റെ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, അപ്പം നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ കൂടി. കാരണം എന്താ, തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പാട്ടുകളാണ്. അപ്പം അതിന് നമുക്ക് അഡ്വാൻസ് ദാസേട്ടൻ തരിക എന്ന് പറയുന്നത് ചിന്തിക്കാനില്ല. അപ്പം അതെല്ലാം നാടകീയമാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നതൊക്കെ സംഭവിച്ചതാണോ എന്ന് തോന്നുന്നതാണ്. അപ്പം ദാസേട്ടൻ പറഞ്ഞു, പുള്ളിയും എക്സൈറ്റഡ് ആണ്. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് പരീക്ഷിക്കും വേണം, ചക്ക വീണ് മോലിയത്ത മ്യൂസിക് ഡയറക്ടറാണോ എന്ന് അറിയണ്ടേ. അപ്പോൾ പുള്ളി പറഞ്ഞു, രാജീവേട്ടനോട് പറഞ്ഞൊരു 4 വരി വെറുതെ ഒന്ന് കുറിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ രാജീവേട്ടൻ ഒരു ഓണപ്പാട്ട് പുള്ളി പറഞ്ഞു, ഞാൻ മുന്നേ എഴുതിയ പാട്ടായാലും കുഴപ്പമില്ല എന്ന്. പുള്ളി പനിനീരിലങ്ങി പറഞ്ഞു തന്നു എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയ വഴി, പൂവാങ്കുരുവികൾ അടുത്തു വന്നു തമ്മിലറിയാമോ എന്നുള്ളൊരു കുശലം ചൊല്ലി എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അപ്പോൾ ദാസേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പാട്ട് പോലൊന്നും വേണ്ട, രവീന്ദ്രനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പഴയ കാലഘട്ടത്തിലെ പാട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോൺസൺ മാഷിൻ്റെ ഫാനാണ്. ഞാൻ രവീന്ദ്ര മാഷൊക്കെ ഇഷ്ടമാണ് എല്ലാവരെ പോലും, പക്ഷേ AR റഹ്മാനും ജോൺസൺ മാഷൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സംഗീത സംവിധായകർ. അപ്പം ഞാൻ ആ സമയത്ത് പക്ഷേ എന്താ പറയുക, നമ്മൾ ആ മൂഡിലിരിക്കുമ്പോൾ ഈ വരികൾ എടുത്ത് നോക്കിയിട്ട്, പനിനീരിലങ്ങി പറഞ്ഞു തന്നു എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയ വഴി, ദാസേട്ടൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അത് പാടുന്നത്. അപ്പോൾ ആ മോഡുലേഷൻ തന്നെ പാടിക്കൊടുക്കുന്നത്, അതായത് നമ്മുടെ ഈ ചെറിയ ശബ്ദം വെച്ചിട്ടല്ലേ. പൂവാങ്കുരുവികളടുത്തു വന്നു തമ്മിലറിയാമോ എന്നുള്ളൊരു കുശലം ചൊല്ലി, പുഴ നീന്തി തരരര തീരത്താര താരാര താരീര തീരാര പൂവേ പൊലി പാടിക്കോട്ടെ ഞാൻ, പൂവേ പൊലി പാടിക്കോട്ടെ, അവനി നീരിലങ്ങി പറഞ്ഞു തന്നു
എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയ വഴി ആ ചേട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ. അപ്പോൾ പക്ഷെ അന്ന് മുതൽ കുറേ നിർഭാഗ്യങ്ങൾ വരികയാണ് നമുക്ക്. ആ വർക്ക് അത് ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ മകൻ വിനയ് എന്ന് പറഞ്ഞ പുള്ളിയുമായിട്ടാണ് ഈ വർക്കുമായിട്ട് നിന്നത്. അതിന് കുറേ ക്ലാഷുകൾ ഇങ്ങനെ നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത കുറേ ഈഗോ വിഷയങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ പ്രൊജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ അത് ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ പരാജയങ്ങൾ പറയുകയാണെങ്കിൽ പരാജയങ്ങളാണ്. ഒരു 6 or 7 എപ്പിസോഡ് പരാജയങ്ങൾ മാത്രം പറയേണ്ടി വരും.